പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂരിൽ പുലി ഇറങ്ങി എന്ന് സംശയം. പയ്യനടത്ത് മേഖലയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആദ്യം നമുക്ക് ആ ദൃശ്യമൊന്ന് കാണാം. ഇത് കൊളർമുണ്ട പയ്യനടം പ്രദേശമാണ്. ഇവിടെ ഒരു പുലിയെ കണ്ടതായി ദൃക്സാക്ഷികൾ അറിയിച്ചിട്ടുണ്ട്. മൈലാമ്പാടത്തുള്ള ആളുകളാണ് ഇത് അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയും ജനങ്ങൾ കൂടിയതൊക്കെ. കാരണം ഇവിടെ വീടുകൾ തിങ്ങിയുള്ള ഒരു പ്രദേശമാണ്. ധാരാളം വീടുകളും ജനങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടെ മദ്രസകളും സ്കൂളുകളൊക്കെ ഉള്ളൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഈ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പാലക്കാട് നിന്ന് ഐഷത്തുൽ ഷംന തത്സമയം ചേരുകയാണ്. ഷംന, ശരിക്കും ഈ പുലി ഇറങ്ങി എന്ന് ജനങ്ങൾ സംശയിക്കുന്ന കാരണം എന്താണ്? അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മേഖലയിൽ, പയ്യനടം മേഖലയിൽ പുലിയെ കണ്ടതായുള്ള ഒരു സംശയം ഈ മൈലാമ്പാടം സ്വദേശികളായ നാട്ടുകാർ പറയുന്നത്. അതായത് ഇവർ റോഡ് ക്രോസ് ചെയ്തു പോകുന്നതിനിടെ പുലി മേഖലയിൽ ഉണ്ടായിരുന്നു എന്ന ഒരു സംശയമാണ്. പുലി റോഡ് ക്രോസ് ചെയ്തു പോകുന്നതായി കണ്ടു എന്നൊരു സംശയമാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ പിന്നീട് പഞ്ചായത്ത് അംഗങ്ങളെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരം അറിയിച്ചു. ഇതോടുകൂടി ഇപ്പോൾ RRT സംഘം മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ഈ പയ്യനടം മേഖല ധാരാളമായി ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതേസമയം തന്നെ ഇവിടെ പുലി ഇറങ്ങാനുള്ള ഒരു സാധ്യത അത് പൂർണ്ണമായും വനംവകുപ്പ് തള്ളിക്കളയുന്നുമില്ല. ഒരുപക്ഷെ പുലി ഉണ്ടാവാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് വനംവകുപ്പും ഉള്ളത്. എന്തായാലും മേഖലയിൽ പുലിയുടെ കാൽപ്പാടുകളോ മറ്റോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ഇന്ന് അങ്ങനെ നിരീക്ഷണത്തിൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മേഖലയിൽ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം അടക്കം ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. കാരണം ഇവിടെ നേരത്തെ ഈ നാട്ടുകാർ തന്നെ നമ്മളോട് പറഞ്ഞതനുസരിച്ച് ഇവിടെ ധാരാളം പ്രദേശവാസികളുണ്ട്, ഒപ്പം സ്കൂളുകളും മദ്രസകളും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മേഖലയിൽ ക്യാമറ അടക്കം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. SKN എന്തായാലും മേഖലയിൽ ഇപ്പോൾ ശക്തമായ നിരീക്ഷണം നാട്ടുകാരുടെയും RRT സംഘത്തിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.